വർഷം 1982. സ്ഥലം ഓസ്ട്രേലിയ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിലുള്ള ബ്ലൂ മൗണ്ടൻസ് എന്ന വനപ്രദേശം. അവിടെയുള്ള വിജനമായ റോഡിൽ ഒരു മനുഷ്യൻ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്നറിയുവാനായിട്ട് നോക്കി നിൽക്കുകയാണ്. ഹിച്ച് ഹൈക്കിംഗ് ആണ് അയാളുടെ ലക്ഷ്യം. അയാളുടെ പേര് കോളിൻ പോവിസ്. വയസ്സ് 21. ഈ കോളിൻ പോവിസ് ഒരു UK കാരനാണ്. ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകുവാനുണ്ടെന്ന് കരുതുക. അയാൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ടെങ്കിലും അത് എടുക്കില്ല. മറിച്ച് അതുവഴിക്ക് പോകുന്ന മറ്റു വാഹനങ്ങൾക്ക് ലിഫ്റ്റ് ചോദിച്ച് അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനെയാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ ബാലിശമായിട്ട് തോന്നാമെങ്കിലും ഇതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. മല കയറുവാനായിട്ട് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ കാട്ടിലൂടെ ഒറ്റയ്ക്ക് ട്രെക്കിങ്ങിന് പോകുന്നത് പോലെയാണ് അവിടെയുള്ള ആളുകൾ ഹിച്ച് ഹൈക്കിങ്ങിനെ കാണുന്നത്, പ്രത്യേകിച്ചും യുവാക്കൾ. നമ്മൾ മുൻപ് കണ്ട ബ്ലൂ മൗണ്ടൻസ് പ്രദേശത്ത് വളരെ അപൂർവമായിട്ടുള്ള പഴങ്ങളുണ്ട്. ആ പഴങ്ങൾ ശേഖരിക്കുക എന്നതാണ് കോളിൻസിന്റെ ലക്ഷ്യം. അങ്ങനെയാണ് അയാൾ ടൗൺ ഓഫ് കോബർ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്ത് വന്നു ചേർന്നത്. ഈ ടൗൺ ഓഫ് കോബറിൽ നിന്നുമാണ് അയാൾക്ക് പോകേണ്ട വനത്തിലേക്കുള്ള വഴി പോകുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റോളം ഏതെങ്കിലും ഒരു വണ്ടി വരുന്നുണ്ടോ എന്നറിയുവാൻ കോളിൻ പോവിസ് ആ റോഡ് സൈഡിൽ നോക്കിയിരിക്കുകയാണ്. കണ്ണെത്താ ദൂരത്തോളം റോഡുകൾ ഇരുവശത്തേക്ക് നീണ്ടുപോകുന്നു. പക്ഷെ കഴിഞ്ഞ 30 നിമിഷമായിട്ടും അതുവഴിക്ക് ഒരു വണ്ടിയും വന്നില്ല. കോളിൻസിന് അല്പം നിരാശ തോന്നി. അയാൾ ഒന്ന് വിശ്രമിക്കുവാനായിട്ട് റോഡിന്റെ സൈഡിലിരുന്നു. ആ സമയത്താണ് ദൂരെ നിന്നും ഒരു വാഹനത്തിന്റെ ഹോൺ ശബ്ദം കേട്ടത്. സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ കോളിൻസിന് ഒരു കാര്യം മനസ്സിലായി: തനിക്ക് പോകേണ്ട വഴിക്കാണ് ആ വാഹനം വരുന്നത്. അയാൾ കാത്തിരിക്കുന്ന സമയത്ത് ദൂരെ നിന്നും ഒരു വാഹനത്തിന്റെ പ്രകാശം കോളിൻസിന്റെ മുഖത്തടിച്ചു. അതൊരു പിക്കപ്പ് ട്രക്കായിരുന്നു. ദൂരെ നിന്നുകൊണ്ട് തന്നെ കോളിൻസ് ആ വാഹനത്തിന്റെ കൈ കാണിച്ചു. ട്രക്ക് അടുത്ത് വന്ന് നിന്നു. ആ ട്രക്കിൽ ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ട്രക്കിലെ ഡ്രൈവർ. അയാളോട് കോളിൻസ് ചോദിച്ചു: സാർ, എനിക്ക് സമീപത്തുള്ള വനപ്രദേശത്തേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്നെ അവിടെ ഒന്ന് ഇറക്കി വിടുമോ? ഡ്രൈവർ അതിന് മറുപടിയായിട്ട്: അതിനെന്താണ് കുഴപ്പം, കയറിക്കോളൂ എന്ന് പറഞ്ഞു. കോളിൻസ് ട്രക്കിന്റെ മുൻപിൽ കയറി. വിജനമായ ആ വഴിയിലൂടെ ഇരുവരെയും വഹിച്ചുകൊണ്ട് ആ ട്രക്ക് മുൻപോട്ട് പുറപ്പെട്ടു. അങ്ങനെ കുറച്ചു ദൂരം മുൻപോട്ട് പോയ ആ ട്രക്ക് പൊടുന്നനെ വലതുവശത്തുള്ളൊരു മൺവഴിയിലേക്ക് തിരിഞ്ഞു. ഇത് കണ്ട് കോളിൻസിന് ആശ്ചര്യമായി. നമുക്ക് പോകേണ്ടത് നേരെയല്ലേ, പിന്നെന്തിനാണ് ഈ വഴിക്ക് പോകുന്നത്? നിങ്ങൾക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. അതിന് മറുപടി എന്നോണം ആ ഡ്രൈവർ കോളിൻസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോൾ നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ? നീ പോകുന്ന ആ പ്രദേശം എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന്. ആ വഴിക്ക് ഈ സമയത്ത് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. ഡ്രൈവറുടെ ഈ വാക്കുകൾ കേട്ടതും കോളിൻസിന്റെ ഉള്ളിൽ ഒരു ഭയം ഉടലെടുത്തു. നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? അവിടെ എന്തെങ്കിലും അപകടകാരിയായിട്ടുള്ള മൃഗമുണ്ടോ? അതിന് ആ ഡ്രൈവർ കൊടുത്ത മറുപടി ഇതാണ്: അവിടെ എന്തെങ്കിലും അപകടകാരിയായിട്ടുള്ള മൃഗമുണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അവിടെ അങ്ങനെ ഒരു മൃഗം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ അതൊരു മൃഗം ആയിരിക്കണമെന്നില്ല. മറിച്ച് ഈ ഭൂമിയിലില്ലാത്ത മറ്റെന്തെങ്കിലും ജീവിയായിരിക്കാം. ഇത് കേട്ടതും കോളിൻസിന്റെ ഭയം വീണ്ടും വർദ്ധിച്ചു. അയാളുടെ ശരീരമാസകലം വിയർക്കുവാൻ തുടങ്ങി. കോളിൻസിനെ സംബന്ധിച്ച് നോക്കിയാൽ അയാൾക്കിതൊരു പുതിയ സ്ഥലമാണ്. മാത്രവുമല്ല, അയാൾ ഒറ്റയ്ക്കാണ് ഇവിടേക്ക് വന്നതും. കൂട്ടത്തിൽ വേറെ ആരുമില്ല. താൻ ഒറ്റയ്ക്ക് ആ വനത്തിലെങ്ങാനും അകപ്പെട്ട് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് അയാൾ ഭയന്നു വിറച്ചു. ആ സമയത്ത് ഭയത്തിന്റെ ഉച്ചകോടിയിലായിരുന്ന കോളിൻസ് എന്താണ് വിചാരിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷെ അയാൾ അടുത്തതായിട്ട് ചെയ്തത് അതിതാണ്: കോളിൻസ് ഡ്രൈവറോട് ട്രക്ക് നിർത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി അതിന്റെ പിൻസീറ്റിൽ നിന്നും തന്റെ ബാഗുകളും മറ്റും എടുക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ഡ്രൈവർക്ക് ഒന്നും മനസ്സിലായില്ല. അമ്പരന്ന് പോയ അയാളാകട്ടെ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് കോളിൻസിന്റെ അരികിലേക്ക് നടന്നു. അടുത്ത നിമിഷം ആ ഡ്രൈവർ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി. അയാളോട് ഒരു അക്ഷരം പോലും മിണ്ടാത്ത കോളിൻസ് തന്റെ ബാഗ് പാക്കും എടുത്ത് വേഗത്തിൽ അവിടെ നിന്നും ഓടുവാൻ തുടങ്ങി. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. എങ്കിലും ഇത്രമാത്രം പറഞ്ഞു: സൂക്ഷിച്ചു പോവുക. പിന്നെ തന്റെ ട്രക്കും എടുത്ത് ആ ഡ്രൈവറും അവിടെ നിന്നും പോയി. തന്നെ ഇത്ര ദൂരം വരെയും കാറിൽ കയറ്റി കൊണ്ടുവന്ന ആ ഡ്രൈവറോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ ജീവനും കയ്യിലെടുത്ത കോളിൻസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് എന്തിനാണ്? പിക്കപ്പ് ഡ്രൈവർ അയാളോട് പറഞ്ഞതുപോലെ ആ വനപ്രദേശത്ത് അവരെയും കാത്തിരിക്കുന്ന അപകടകാരിയായിട്ടുള്ള ആ ജീവി എന്തായിരിക്കും? ദിശയറിയാതെ ഭാഗ്യം എടുത്തുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോയ കോളിൻസിന് പിന്നെ എന്താണ് സംഭവിച്ചത്? ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ ധാരാളം പൈൻ മരങ്ങൾ നിറഞ്ഞ ഒരു വനപ്രദേശമുണ്ട്. ബെലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടേക്കായിരുന്നു കോളിൻസ് പോയതും. ഏകദേശം 3800 ഹെക്ടറോളം വിശാലമായിട്ട് കിടക്കുന്ന ഈ വനപ്രദേശം നാച്ചുറൽ ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് അത് മനുഷ്യനിർമ്മിതമാണ്. അതായത് അവിടെയുള്ള ഗവൺമെന്റ് തന്നെയാണ് ആ വനം നട്ടുപിടിപ്പിച്ചത്. ആ വനത്തിൽ അപൂർവമായിട്ടുള്ള ചില ഫലവർഗ്ഗങ്ങളുണ്ട്. അത് പറിക്കുവാനും അതുപോലെ വനത്തിലൂടെ സഞ്ചരിക്കുവാനുമായിട്ട് ധാരാളം ആളുകൾ എല്ലാ വർഷവും അവിടേക്ക് വരാറുണ്ട്. ഓസ്ട്രേലിയക്കാർ മാത്രമല്ല, പുറത്തുനിന്നുമുള്ള ആളുകൾ വരെ ഈ ആവശ്യത്തിന് വേണ്ടി ഇവിടേക്ക് വരാറുണ്ട്.
അങ്ങനെ ഇരിക്കെ 1989 മുതൽ പോലീസിന്റെ അടുക്കിലേക്ക് ധാരാളം പരാതികൾ വരുവാൻ തുടങ്ങി. അതെല്ലാം മിസ്സിംഗ് കംപ്ലൈന്റ് ആയിരുന്നു. ആ മിസ്സിംഗ് കംപ്ലൈന്റുകൾക്ക് ഒരു സാമ്യമുണ്ടായിരുന്നു. ബെലാംഗ്ലോ ഫോറസ്റ്റിലേക്ക് ഹിച്ച് ഹൈക്കിങ്ങിന് പോയ ടൂറിസ്റ്റുകളായിരുന്നു കാണാതായത്. തുടക്കത്തിൽ പോലീസ് വിചാരിച്ചത് കാണാതായ ടൂറിസ്റ്റുകൾ ഒരു പക്ഷേ കാടിന്റെ ഉള്ളിൽ വഴിതെറ്റിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആക്രമിച്ചതായിരിക്കാം. എന്നാൽ അങ്ങനെ കുറച്ച് നാളുകൾ മുൻപോട്ട് പോയപ്പോൾ കഥയാകെ മാറിമറിഞ്ഞു. പോലീസിന്റെ അനുമാനങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന ചില സൂചനകൾ അവർക്ക് കിട്ടി. അതിൽ ഒന്നാമത്തെ സൂചന ഇതായിരുന്നു. 1992 സെപ്റ്റംബർ 19 ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ പതിവ് പോലെ ബെലാംഗ്ലോ ഫോറസ്റ്റിലൂടെ ട്രെക്കിങ്ങിന് പോവുകയായിരുന്നു. അവരെങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. 2 ജഡങ്ങൾ, 2 യുവതികളുടെ ജഡങ്ങൾ. ഈ കാഴ്ച കണ്ട് ഞെട്ടി വിറച്ചു പോയ അവർ വേഗം തിരികെ മടങ്ങി. പിന്നെ ന്യൂ സൗത്ത് വെയിൽസ് പോലീസിനെ കാര്യം അറിയിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അവിടെ എത്തി. അന്വേഷണത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. അവർക്ക് മുൻപിലായിട്ട് മരിച്ചു കിടക്കുന്ന ഈ 2 പേരും ബ്രിട്ടീഷുകാരാണ്. അവരുടെ പേരുകൾ ഇതാണ്: കരോളിൻ ക്ലാർക്ക്, വയസ്സായി 21, ജോവാൻ വാൾട്ടേഴ്സ്, വയസ്സായി 22. അന്വേഷണം മുൻപോട്ട് പോയപ്പോൾ പോലീസിന് ഒരു കാര്യം കൂടി മനസ്സിലായി. ഈ 2 പേരും മിസ്സിംഗ് ആണെന്ന് നേരത്തെ പരാതി കിട്ടിയിരുന്നു. പോലീസിന് കിട്ടിയ ആ പരാതി എടുത്ത് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം ഇതാണ്. 1992 ഏപ്രിൽ മാസത്തിലാണ് UK നിന്നും ഇവർ ഓസ്ട്രേലിയയിലേക്ക് വന്നത്. സാഹസികരായിട്ടുള്ള ചെറുപ്പക്കാർ ചെയ്യും പോലെ ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുകയായിരുന്നു ഇവരുടെയും ലക്ഷ്യം. ആ യാത്രയിലാണ് അവർ കാണാതായതും പിന്നീട് 4 മാസം കഴിഞ്ഞ് അവരുടെ ജഡങ്ങൾ കണ്ടെടുക്കപ്പെടുന്നതും. ജോവാന്റെയും കരോളിന്റെയും മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവമുണ്ടായി. ഒക്ടോബർ 5, 1993. അന്ന് ബെലാംഗ്ലോ ഫോറസ്റ്റിൽ ഒരു ടൂറിസ്റ്റ് ക്യാമ്പ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അയാൾ ആദ്യം വനത്തിന്റെ ഉള്ളിൽ തന്റെ ടെന്റ് അടിച്ചു. പിന്നെ അന്ന് രാത്രിയിൽ തീ കത്തിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി വിറക് ശേഖരിക്കുവാൻ വനത്തിലൂടെ ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. അല്പദൂരം അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. അത് കണ്ട ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. താൻ ഇന്ന് രാത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണമോ, അതോ ക്യാമ്പ് മറ്റുമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടണമോ? അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം ആ മനുഷ്യൻ കണ്ട ആ കാഴ്ച അത്രയ്ക്ക് ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അയാൾക്ക് മുൻപിൽ വനത്തിന്റെ ഉള്ളിലായിട്ട് 2 അസ്ഥികൂടങ്ങൾ കിടന്നിരുന്നു. ആരോ അടിച്ച് തകർത്ത് ചിന്നഭിന്നമാക്കിയ നിലയിലാണ് ആ അസ്ഥികൂടങ്ങൾ കിടക്കുന്നത്. വേഗം തന്നെ ആ ബാക്ക് പാക്കർ ബെലാംഗ്ലോ ഫോറസ്റ്റിൽ നിന്ന് തിരികെ മടങ്ങി. എന്നിട്ട് പോലീസിനെ വിവരം അറിയിച്ചു. ക്രൈം സീനിലെത്തിയ പോലീസ് ആ അസ്ഥികൂടങ്ങളെ വിശദമായിട്ട് പരിശോധിക്കുവാൻ തുടങ്ങി. 2 അസ്ഥികൂടത്തിലും മാംസം ലെവലേശം പോലും ഇല്ലായിരുന്നു. അതിൽ നിന്നും അവർ അനുമാനിച്ചത് ഇതാണ്: ഏറ്റവും കുറഞ്ഞത് 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇവർ കൊല്ലപ്പെട്ടിട്ട്. ഈ അനുമാനത്തിന്റെ പുറത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ ആദ്യം ചെയ്തത് ഇതാണ്: കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടോ? അവരുടെ ഊഹം തെറ്റിയില്ല. പോലീസിന് 2 മിസ്സിംഗ് കംപ്ലൈന്റ് കിട്ടുകയാണ്. 19 വയസ്സുള്ള ഡെബോറ എവറസ്റ്റ്, ജെയിംസ് ഗിബ്സൺ എന്നിവർ കാണാതായി എന്നുള്ള പരാതിയായിരുന്നു അത്. 1991 ജനുവരി 20 സിഡ്നിയിൽ നിന്നും മെൽബണിലേക്ക് പോയതായിരുന്നു അവർ. അതിനുശേഷം അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. തുടരന്വേഷണത്തിൽ കണ്ടെടുത്ത ഈ അസ്ഥികൂടങ്ങൾ ഗിബ്സണിന്റെയും എവറസ്റ്റിന്റെയും ആണെന്ന് തിരിച്ചറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് എന്ന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട 4 പേരുടെ ജഡങ്ങളാണ് ഇപ്പോൾ ബെലാംഗ്ലോ ഫോറസ്റ്റിൽ നിന്നും കണ്ടുപിടിച്ചത്. അതും ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട നിലയിൽ. ഈ വാർത്തയറിഞ്ഞ ജനങ്ങളെല്ലാം ഭയന്നു. ആ വനപ്രദേശത്തിന്റെ അടുത്തുകൂടി പോകുവാൻ ജനങ്ങൾ മടിച്ചു. അതോടെ പോലീസും ജാഗ്രതയിലായി. ഉടൻ തന്നെ, അതായത് ഗിബ്സണിന്റെയും എവറസ്റ്റിന്റെയും ജഡങ്ങൾ കണ്ടെടുത്ത് 2 ദിവസം കഴിഞ്ഞ് 1993 ഒക്ടോബർ 7 പോലീസ് ഒരു സെർച്ച് പാർട്ടി രൂപീകരിച്ചു. പോലീസ് ടീം ബെലാംഗ്ലോ ഫോറസ്റ്റ് അരിച്ചു പെറുക്കി. ഈ 4 പേരെയും കൂടാതെ മറ്റാരുടെയെങ്കിലും ജഡങ്ങൾ അവിടെയുണ്ടോ എന്ന് പരിശോധിക്കുവാനായിരുന്നു അത്. അതേ സമയത്ത് കണ്ടെടുക്കപ്പെട്ട 4 പേരുടെയും ജഡങ്ങൾ പരിശോധിച്ച ഫോറൻസിക് ടീം ഒരു കാര്യം കണ്ടെത്തി. ഈ 4 പേരുടെയും കൊലപാതകത്തിന് ഒരു സാമ്യതയുണ്ട്. 4 പേരുടെയും തലയ്ക്ക് പിന്നിൽ മാരകമായിട്ടുള്ള അടിയേറ്റിട്ടുണ്ട്. മാത്രവുമല്ല, എല്ലാവരുടെയും മുതുകിൽ അനേകം തവണ ശക്തമായിട്ട് കത്തിക്കൊണ്ട് കുത്തിയിട്ടുണ്ട്. ഇതായിരുന്നു മരണകാരണം. അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ക്ലാർക്കിന്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്ലാർക്ക് കൊല്ലപ്പെട്ട ശേഷമാണ് കൊലയാളി അയാളുടെ തലയിൽ നിറയൊഴിച്ചത്. ഈ റിപ്പോർട്ട് പോലീസിനെ ഒന്ന് അമ്പരപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കാം കൊലയാളി കൊല്ലപ്പെട്ട ശേഷവും അയാളുടെ തലയിൽ നിറയൊഴിച്ചത്? ഒടുവിൽ അവർക്ക് ഒരു അനുമാനത്തിൽ എത്തുവാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ ആ കില്ലർ കൊല്ലപ്പെട്ട ശേഷവും ക്ലാർക്കിന്റെ ജഡമെടുത്ത് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കാം. അതുകൂടാതെ ഈ 4 പേരുടെയും ജഡത്തിൽ പൊതുവായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് വിശകലനം ചെയ്ത പോലീസിന് കൃത്യമായിട്ടും ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ അവരുടെ ജഡങ്ങളിൽ കണ്ടെത്തിയ സാമ്യത അതിതായിരുന്നു: അവരെല്ലാവരും ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ നട്ടെല്ല് തകർക്കപ്പെട്ടിരുന്നു. കൊലയാളി അങ്ങനെ ചെയ്തതിന്റെ പിന്നിലെ കാരണം എന്താണ്? പോലീസിന് അനുമാനിക്കുവാനായിട്ട് കഴിഞ്ഞത് 2 കാര്യങ്ങളാണ്. 1, നട്ടെല്ല് തകർക്കപ്പെട്ട ഇര മരണവേദന എടുത്ത് അലറി വിളിക്കുന്നത് കാണുക, പിന്നെ അത് ആസ്വദിക്കുക. 2, നട്ടെല്ല് തകർന്നതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടുവാൻ കഴിയില്ല. അവരുടെ മരണം ഉറപ്പാണ്.
ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഒരിടത്ത് നടക്കുന്നു. അതിന് സമാന്തരമായിട്ട് ബെലാംഗ്ലോ ഫോറസ്റ്റിൽ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നു. വനത്തിന്റെ ഉള്ളിൽ അവർ അന്വേഷണം തുടങ്ങി വെറും 2 മാസം കഴിഞ്ഞപ്പോൾ അഞ്ചാമതായിട്ടും മറ്റൊരു ജഡം കൂടി കണ്ടെത്തുകയാണ്. മുൻപ് കണ്ടെത്തിയ 4 ജഡങ്ങൾ കിടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയുള്ള വനത്തിൽ നിന്നുമാണ് അവർക്കിത് കിട്ടിയത്. 21 വയസ്സുള്ള ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള ഷിമിറ്റെ എന്ന യുവതിയുടെ ആയിരുന്നു ആ ജഡം. അതേ തുടർന്ന് വീണ്ടും കണ്ടെത്തലുണ്ടായി. ഷിമിറ്റിന്റെ ജഡം കണ്ടെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടി അവർക്ക് കിട്ടി. ജർമ്മനിയിൽ നിന്നും വന്ന ഗബോർ ന്യൂ ഗബോർ, അയാളുടെ ഭാര്യയായ അഞ്ച ഹബ്ഷീഡ എന്നിവരുടെ ആയിരുന്നു ആ ജഡങ്ങൾ. പുതിയതായിട്ട് കണ്ടെത്തിയ ഈ 3 ജഡങ്ങളും മുൻപ് കണ്ടെത്തിയ 4 ജഡങ്ങളെ പോലെയായിരുന്നു. എല്ലാവരും ഒരേ രീതിയിലാണ് കൊല്ലപ്പെട്ടത്. എല്ലാവരുടെയും നട്ടെല്ല് അടിച്ചു തകർത്തിരുന്നു. തലയിൽ മാരകമായിട്ടുള്ള അടിയും വെടിയുണ്ട കയറിയ പാടുമുണ്ട്. കൂടാതെ ഒരു കത്തികൊണ്ട് മാരകമായിട്ട് കുത്തിയിട്ടുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വാർത്ത ഓസ്ട്രേലിയ മുഴുവനും വ്യാപിക്കുകയാണ്. അതോടെ ഹിച്ച് ഹൈക്കിങ്ങിന് പോകുന്ന ആളുകളെല്ലാം ഭയപ്പെട്ടു. കാരണം കൊലയാളി ഇങ്ങനെയുള്ള ബാക്ക് പാക്കേഴ്സിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മാധ്യമങ്ങൾ അജ്ഞാതനായിട്ടുള്ള ഈ കൊലയാളിയെ വിശേഷിപ്പിച്ചത് ബാക്ക് പാക്കർ കില്ലർ എന്നാണ്. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ടീമിന് മേലധികാരികളിൽ നിന്നും വലിയ സമ്മർദ്ദം വരികയാണ്. അവരും ആകെ കുഴങ്ങി നിൽക്കുകയാണ്. ഒരു കൊലയാളിയുണ്ട്, അതൊരു സീരിയൽ കില്ലറാണെന്ന് ഉറപ്പാണ്. എന്നാൽ ആരാണ്? അവനെ പിടികൂടുവാനായിട്ട് എന്താണ് ഒരു ക്ലൂ ഉള്ളത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഈ കൊലയാളി ഒന്നാന്തരം ഒരു ഷൂട്ടറാണ്. പലതരത്തിലുള്ള തോക്കുകൾ ഉപയോഗിക്കുവാനായിട്ട് നല്ല വൈദഗ്ധ്യമുള്ളയാള്. അയാൾ ഷൂട്ടിംഗ് ഒബ്ജക്റ്റായിട്ട് ഉപയോഗിച്ച ജഡങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അവർക്കിത് മനസ്സിലായത്. കാരണം ഓരോ ജഡങ്ങളിലും പലതരത്തിലുള്ള ബുള്ളറ്റുകൾ ഉപയോഗിച്ചാണ് നിറയൊഴിച്ചിട്ടുള്ളത്. അതെല്ലാം വളരെ കൃത്യതയോടെയുള്ള ഷൂട്ടിങ്ങുമായിരുന്നു. വെടിയുണ്ട തറഞ്ഞു കയറിയ മുറിവിന്റെ ആഴവും മറ്റും പരിഗണിച്ച് കൊലയാളി ഇത്ര ദൂരത്തു നിന്നുമാണ് വെടിവെച്ചതെന്ന് അവർക്ക് അനുമാനിക്കുവാൻ കഴിഞ്ഞു. നല്ലൊരു ഷാർപ്പ് ഷൂട്ടർക്ക് മാത്രമാണ് അത്രയും ദൂരത്ത് നിന്നുകൊണ്ട് ഇത്രയും കൃത്യമായിട്ട് വെടിവെക്കുവാനായിട്ട് സാധിക്കൂ. കൊലയാളിയെക്കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു. അതോടെ ബാക്ക് പാക്കർ സീരിയൽ കില്ലർ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. അവസാനം ഗത്യന്തരമില്ലാതെ പോലീസ് ഒരു കാര്യം ചെയ്തു. ഈ കൊലയാളിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ തരുന്നവർക്ക് $1,00,000 മുതൽ $5,00,000 വരെ പ്രതിഫലമായിട്ട് നൽകും. എന്നാൽ അതുകൊണ്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല. ബാക്ക് പാക്കർ സീരിയൽ കില്ലർ നിഗൂഢമായിട്ട് തിരച്ചിലേക്ക് പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. പോലീസിന് ഈ കേസിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. ഈ കേസ് ഒരിക്കലും തെളിയില്ല, ഇതൊരു കോൾഡ് കേസായിട്ട് മാറാൻ പോവുകയാണെന്ന് അവർ വിചാരിക്കുന്ന അതേ സമയത്താണ് ആദ്യമായിട്ട് ഈ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. 1994 മെയ് 5 സൗത്ത് വെയിൽസ് പോലീസ് സ്റ്റേഷൻ. അന്ന് ആ സ്റ്റേഷന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ എന്നത്തെയും പോലെയായിരുന്നു. പരാതിക്കാർ വരുന്നു, പോലീസ് അവരുടെ പരാതി കേൾക്കുന്നു, പിന്നെ അതിനുവേണ്ട നടപടികൾ എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോഴാണ് അതുണ്ടായത്. ഒരു മനുഷ്യൻ ഓടിക്കതച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അയാളെ ആകെ മൊത്തത്തിൽ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയിട്ട് നേരെ ഇവിടേക്ക് ഓടി വരുന്നത് പോലെയാണ് അയാളെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത്തരം പാക്കേജുകളായിരുന്നു. പരിഭ്രമത്തോടെ ഓടി വരുന്ന ഈ മനുഷ്യനെ പോലീസുകാർ ലേശം കൗതുകത്തോടെ നോക്കി. അയാളെ ആരും അത്ര ഗൗനിച്ചില്ല. എന്നാൽ ഒരു പോലീസുകാരൻ മാത്രം അയാളെ സമീപിച്ച്, സാർ, താങ്കൾ ആരാണ്? എന്താണ് പേര്? എവിടെ നിന്നുമാണ് വരുന്നത്? എന്താണ് പ്രശ്നമെന്നെല്ലാം ചോദിക്കുവാൻ തുടങ്ങി. അതിന് അയാൾ കൊടുത്ത മറുപടി കേട്ട് ആ പോലീസ് സ്റ്റേഷനാകെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയി. ആഗതൻ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: സാർ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക് പാക്കർ സീരിയൽ കില്ലറില്ലേ, അവനെക്കുറിച്ചൊരു കാര്യം എനിക്കറിയാം. ഒരു പക്ഷേ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കാം. പോലീസ് അയാളെ പിടിച്ചിരുത്തി വിചാരണ ചെയ്യുവാൻ തുടങ്ങി. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: സാർ, എൻ്റെ പേര് പോൾ ഒനീൻസ് എന്നാണ്. ഞാൻ ഇവിടുത്തുകാരനല്ല, ബ്രിട്ടൻകാരനാണ്. അവിടെ നിന്നും ഈ ഇൻഫർമേഷൻ പറയുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. നിനക്ക് ആ സീരിയൽ കില്ലറിനെ കുറിച്ച് എന്തറിയാമെന്ന് പോലീസ് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അയാൾ ഒരു കഥ പറഞ്ഞു. ഏകദേശം 4 വർഷം മുൻപ് നടന്ന ഒരു കഥ. തൊഴിലാളികളുടെ നഗരം എന്നറിയപ്പെടുന്ന ബർമിംഗ്ഹാമിലാണ് പോൾ ഒനീൻ്റെ താമസം. അയാൾ മുൻപ് ബ്രിട്ടീഷ് നാവികസേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ചെറുപ്പം മുതലേ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് പോൾ ഒനീന് വലിയ താല്പര്യമുണ്ടായിരുന്നു. നേവിയിലെ ജോലിക്ക് ശേഷം അയാൾ ജീവിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് ഒരു AC മെക്കാനിക്കിന്റെ വേഷമായിരുന്നു. പോൾ ഒനിയൻ ചെറുപ്പം മുതലേ ഓസ്ട്രേലിയയിലേക്ക് വരണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. കാരണം ഓസ്ട്രേലിയയിൽ ധാരാളം അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടെന്ന് അയാൾക്കറിയാം. അങ്ങനെയാണ് 24-കാരനായ പോൾ ഒനിയൻ 1990-ൽ തന്റെ മെക്കാനിക് ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഒരു ബാഗിൽ സാധനങ്ങളെല്ലാം നിറച്ച് നേരെ സിഡ്നിയിൽ വന്നിറങ്ങിയത്. 1-2 ദിവസം സിഡ്നിയിൽ ഒരു ഹോട്ടലിൽ താമസിച്ചു. പിന്നെ ഉൾനാടുകളിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം അയാൾ ഹ്യൂം എന്ന് വിളിക്കുന്നൊരു ഹൈവേയിൽ എത്തിച്ചേരുകയാണ്. ഹൈവേയോട് ചേർന്നുള്ള ഒരു കടയിൽ നിന്നും ഒരു പാനീയം വാങ്ങി കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവിടെ നിൽക്കുന്ന മറ്റൊരാളെ പോൾ ഒനിയൻ ശ്രദ്ധിച്ചത്. അയാളെ കാണുവാനായിട്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ ഡെന്നിസ് ലിലിയെ പോലെ ഉണ്ടായിരുന്നു. ഡെന്നിസ് ലിലിയുടെ വലിയൊരു ആരാധകനാണ് പോൾ ഒനിയൻ. അതുകൊണ്ട് ആ മനുഷ്യനുമായിട്ടൊന്ന് സംസാരിക്കുവാനായിട്ട് അയാൾക്കൊരാഗ്രഹം തോന്നി. പോൾ ഒനിയൻ്റെ കൈവശമുണ്ടായിരുന്ന ബാക്ക് പാക്ക് ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. അയാൾക്ക് വേഗം മനസ്സിലായി ഇയാളൊരു ടൂറിസ്റ്റ് ആണെന്ന്. രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ടു.
പേര് ചോദിച്ചപ്പോൾ തൻ്റെ പേര് ബിൽ എന്ന് അയാൾ പറഞ്ഞു. സംസാരത്തിനിടെ ബില്ല് പോൾ ഒനിയന് ഒരു ഓഫർ കൊടുക്കുകയാണ്. പോളിന് പോകേണ്ട അതേ ഭാഗത്തേക്ക് തന്നെയാണ് തനിക്കും പോകുവാനുള്ളത്. വേണമെങ്കിൽ അവിടം വരെ ഒരു ലിഫ്റ്റ് തരാം. പോളിനും വലിയ സന്തോഷമായി. കാരണം ഹിച്ച് ഹൈക്കിങ് അയാൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. വാഹനം വിജനമായ റോഡിലൂടെ പോവുകയാണ്. പെട്ടെന്ന് ബില്ലിന്റെ സംസാരത്തിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. അയാൾ വംശീയപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി വരുന്ന ആൾക്കാരെ ബില്ലിന് വെറുപ്പാണെന്ന് പോളിന് മനസ്സിലായി. കാരണം അത്തരം കുടിയേറ്റക്കാരെ കൊന്നുകളയണമെന്നാണ് ബിൽ പറയുന്നത്. ഈ യാത്രക്കിടയിൽ ബില്ല് പോളിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വളരെ അസാധാരണമായിട്ടുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് ബില്ലിന് തോന്നുകയാണ്. കാരണം ബിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇതായിരുന്നു: നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടേക്ക് വന്നത്? നിങ്ങളിപ്പോൾ പോകുന്നത് കാൻബറയിലേക്കല്ലേ? കാൻബറയിൽ നിങ്ങൾ വരുന്നതും കാത്ത് ആരെങ്കിലും അവിടെ ഉണ്ടോ? നിങ്ങൾ കാൻബറയിലേക്കാണ് പോകുന്നത് എന്ന് വേറെ ആർക്കെങ്കിലും അറിയാമോ? മുൻപ് നാവികസേനയിലാണ് ജോലിയെന്നല്ലേ പറഞ്ഞത്? നാവികസേനയിൽ വെച്ച് എന്തെങ്കിലും പരിശീലനം കിട്ടിയിട്ടുണ്ടോ? ചില പ്രത്യേക പരിശീലനങ്ങൾ, അതായത് മാർഷൽ ആർട്സ് തുടങ്ങി അങ്ങനെ എന്തെങ്കിലും? ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളോട്, അതും ഒരു ടൂറിസ്റ്റിനോട്, ആരും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കില്ല. പോളിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. അവരിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം 60 മൈലോളം പിന്നിട്ടിരിക്കുന്നു. കാർ ബെലാംഗ്ലോ ഫോറസ്റ്റിനെ സമീപിച്ചു. പെട്ടെന്ന് ബിൽ കാർ നിർത്തി. എന്തിനാണ് വണ്ടി നിർത്തിയത് എന്ന് പോൾ അയാളോട് ചോദിച്ചു. അതിന് ബിൽ കൊടുത്ത മറുപടി ഇതാണ്: റേഡിയോയുടെ സിഗ്നൽ നഷ്ടമായിരിക്കുന്നു, അതുകൊണ്ട് പാട്ടൊന്നും എനിക്ക് കേൾക്കുവാൻ കഴിയില്ല. വണ്ടിയുടെ പിൻവശത്ത് കുറച്ച് കാസറ്റ് കിടപ്പുണ്ട്, ഞാനത് എടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. പോൾ ആ സമയം വെറുതെ കാറിൻ്റെ ഉൾവശമാകെ ഒന്ന് നോക്കി. അപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. ആ വണ്ടിയുടെ ഉള്ളിൽ, അതായത് കൈയെത്തുന്ന ദൂരത്ത്, ഏതാനും കാസറ്റുകൾ കിടപ്പുണ്ട്. തൊട്ടടുത്ത് കാസറ്റ് ഉണ്ടായിട്ടും ബില്ല് എന്തിനാണ് വേറെ കാസറ്റ് എടുക്കുവാനായിട്ട് പിന്നിലേക്ക് പോയത്? അയാൾക്കൊരു ആശങ്ക തോന്നി. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതുകൊണ്ട് പോളിനൊരു ക്ഷീണം തോന്നി. നടുവൊന്നും നിവർത്തുവാനായിട്ട് അയാൾ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പോൾ പുറത്തിറങ്ങിയത് കണ്ടതും ബില്ലിന്റെ ഭാവമാകെ മാറി. അയാൾ ദേഷ്യത്തിൽ ഉച്ചത്തിൽ അയാളോട് ചോദിച്ചു: നിന്നോട് ആരാടാ കാറിന് പുറത്തിറങ്ങുവാനായിട്ട് പറഞ്ഞത്? ഇവിടം അപകടം പിടിച്ച സ്ഥലമാണെന്ന് നിനക്കറിയില്ലേ? മര്യാദയ്ക്ക് കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കെ. ബില്ലിന്റെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം കണ്ട പോളിന് ഒരു നീരസം തോന്നി. ആരും ആരോടും ഇങ്ങനെ സംസാരിക്കാറില്ല, പ്രത്യേകിച്ചും ഇപ്പോൾ പരിചയപ്പെട്ട ഒരാളോട്. വെറുപ്പോടെ ആണെങ്കിലും അയാൾ പറഞ്ഞതനുസരിച്ച് പോൾ കാറിന്റെ ഉള്ളിൽ കയറി. ബില്ലും വണ്ടിക്കുള്ളിൽ കയറി. പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ആർക്കും പ്രവചിക്കുവാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. പെട്ടെന്ന് തന്റെ അരയിൽ നിന്നും ഒരു തോക്കെടുത്ത് ബില്ല് പോളിന്റെ തലയ്ക്ക് നേരെ ചൂണ്ടി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇതൊരു കിഡ്നാപ്പിംഗ് ആണ്. ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോവുകയാണ്. മര്യാദക്കിരുന്നാൽ നിനക്ക് കൊള്ളാം. രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ട. കാര്യങ്ങളാകെ കൈവിട്ടു പോയിരിക്കുന്നു. പോളിനെ ഭയം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. താൻ വന്നു കയറിയത് ഒരു കൊലയാളിയുടെ വണ്ടിയിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. രക്ഷപ്പെടുവാനായിട്ട് യാതൊരു മാർഗവുമില്ല. സമീപത്തെങ്ങും മനുഷ്യവാസമുള്ള ലക്ഷണമില്ല. എന്നാൽ ആ സമയത്ത് പോളിനെ രക്ഷപ്പെടുവാനായിട്ട് ഒരവസരം കിട്ടുകയാണ്. പോളിനെ കെട്ടുവാനായിട്ട് ഒരു കയറെടുക്കുവാനായിട്ട് ബില്ലൊന്ന് കുനിഞ്ഞു. അയാളുടെ ശ്രദ്ധ മാറി അതേ നിമിഷം ഡോറും തുറന്ന് ഹ്യൂം ഹൈവേയിലേക്ക് ചാടി ഇറങ്ങി ഓടി. തൊട്ടു പിന്നാലെ തോക്കുമായിട്ട് പാഞ്ഞു വന്ന ബില്ല് ഓടരുത്, ഓടിയാൽ ഞാൻ വെടിവെക്കുമെന്ന് അലറി. അങ്ങനെ പറയുക മാത്രമല്ല, അയാൾ വെടിയും വെച്ചു. എന്നാൽ പോളിന്റെ ഭാഗ്യത്തിന് വെടിയുണ്ട കൊണ്ടില്ല. അത് റോഡിൽ തട്ടി എങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. അധികം വൈകാതെ പിന്നാലെ ഓടിയെത്തിയ ബില്ല് പോളിനെ പിടികൂടി. ഇരുവരും തമ്മിൽ നടു റോട്ടിൽ കിടന്ന് മൽപ്പിടുത്തമായി. ആ സമയത്തെല്ലാം പോള് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലറുന്നുണ്ട്. അതേസമയത്ത് അതുവഴി ഏതാനും വണ്ടികളും കടന്നു പോയിരുന്നു. എന്നാൽ അവരാരും നിർത്തിയില്ല. കാരണം നടു റോഡിൽ വെച്ച് 2 പുരുഷന്മാർ തമ്മിൽ മൽപ്പിടുത്തം ചെയ്യുന്നത് കാണുന്ന ആരും വണ്ടി നിർത്തില്ല. തന്റെ ബലം ക്ഷയിക്കുകയാണെന്നും താൻ ഇയാൾക്ക് കീഴ്പ്പെടുവാനായിട്ട് പോവുകയാണെന്നും പോളിന് മനസ്സിലായി. ആ സമയത്ത് അയാളുടെ മനസ്സിൽ വന്ന ചിന്ത ഇതായിരുന്നു: ഇനി ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ ആ വണ്ടിയുടെ മുൻപിലേക്ക് താൻ എടുത്തു ചാടും. അപകടം സംഭവിച്ചു മരിച്ചോട്ടെ, ഇവന്റെ കൈകൊണ്ട് കൊല്ലപ്പെടില്ല. മാത്രവുമല്ല, ഏറ്റവും കുറഞ്ഞ പക്ഷം തന്നെ കൊലപ്പെടുത്തുന്നത് കാണുന്ന ഒരു സാക്ഷിയെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. പോൾ അങ്ങനെ ചിന്തിക്കുന്ന അതേ സമയത്താണ് ദൂരെ നിന്നും വരുന്നൊരു കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അയാളുടെ മുഖത്തടിച്ചത്. അയാൾ വളരെ കഷ്ടപ്പെട്ട് ബില്ലിന്റെ പിടിയും പിടിവെച്ച് ആ കാറിന് നേർക്ക് പാഞ്ഞു. അവരുടെ സമീപത്തേക്ക് അപ്പോൾ വന്നുകൊണ്ടിരുന്ന കാറ് പോളിന്റെ ദേഹത്തെ ചെറുതായിട്ടൊന്നും തട്ടി. എന്നാൽ കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഉണ്ടായില്ല. കാരണം പോൾ ജീവനും കയ്യിലെടുത്ത് ഓടി വരുന്നത് കാറിലുള്ളവർ കണ്ടിരുന്നു. അവർ അപ്പോഴേക്കും കാറിന്റെ വേഗത കുറച്ചിരുന്നു. ആ കാറിൽ ആകെ ഉണ്ടായിരുന്നത് 7 പേരായിരുന്നു. ജോവാൻ ബെറി എന്ന സ്ത്രീയും അവരുടെ സഹോദരിയും സഹോദരിയുടെ 5 മക്കളും. ജോവാൻ ബെറിയോട് നിലവിളിച്ചുകൊണ്ട് പോൾ തന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൾ വേഗം വാഹനത്തിന്റെ ഡോർ തുറന്നു കൊടുത്തു. ആ സമയത്താണ് മറ്റേ വ്യക്തിയുടെ കൈവശം ഒരു തോക്കുള്ളത് ജോവാൻ ബെറി കണ്ടത്. അവൾ വേഗം കാർ റിവേഴ്സ് എടുത്തു. പിന്നെ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. ബില്ലിന്റെ കാറിലായിരുന്നു ഒനിയന്റെ പാസ്പോർട്ടും മറ്റ് രേഖകളും. പുതിയ രേഖ കിട്ടണമെങ്കിൽ അതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അയാൾ സമയം കളയാതെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. എന്നാൽ പോലീസ് ആകട്ടെ അയാളുടെ പരാതിയെ കാര്യമായിട്ട് പരിഗണിച്ചില്ല. ബില്ലിന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ അയാളുടെ മുഴുവൻ പേരോ അറിയാതെ തങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു.
അതിനുശേഷം $7 മുടക്കി നഷ്ടപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സംഘടിപ്പിച്ച് അയാൾ തിരികെ മടങ്ങുകയായിരുന്നു. ഏകദേശം 4 വർഷക്കാലമാണ് പോൾ ഒനിയൻ കൊടുത്ത ആ പരാതി പോലീസ് സ്റ്റേഷനിൽ പൊടി പിടിച്ചു കിടന്നത്. ആ സമയത്തും ബെലാംഗ്ലോ ഫോറസ്റ്റിൽ ബാക്ക് പാക്കർമാർ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ വളരെ അവിചാരിതമായിട്ട് ബെലാംഗ്ലോ ഫോറസ്റ്റിൽ നടക്കുന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്ത ബ്രിട്ടനിലുള്ള പോൾ ഒനിയൻ വായിക്കുവാനിടയായി. ആ വാർത്തയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ട സ്ഥലത്തിന്റെ മാപ്പും കൊടുത്തിരുന്നു. ആ മാപ്പ് നോക്കിയ പോൾ ഒനിയന് ഒരു കാര്യം മനസ്സിലായി. തന്നെ ഒരാൾ ആക്രമിച്ചുവെന്നും കൊല്ലുവാനായിട്ട് ശ്രമിച്ചുവെന്നും പറഞ്ഞ് താൻ പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് തന്നെയാണ് ആ പ്രദേശമുള്ളത്. ബൗറൽ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പട്ടണത്തിലെ പോലീസ് സ്റ്റേഷനിലാണ് പോൾ ഒനിയൻ അന്ന് പരാതി കൊടുത്തത്. അതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് സീരിയൽ കില്ലറിന്റെ പ്രവർത്തനവും. ഈ വാർത്ത വായിച്ചതും ഏകദേശം 4 വർഷം മുൻപ് തനിക്കുണ്ടായ അനുഭവം പോൾ ഒനിയൻ വീണ്ടും ഓർത്തു. എത്രയും വേഗം ഓസ്ട്രേലിയയിലെത്തി ഈ കാര്യം വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തണമെന്ന് പോൾ ഒനിയന് തോന്നി. അങ്ങനെയാണ് അയാൾ വിമാനത്തിൽ കയറി ഇപ്പോൾ ഇവിടേക്ക് വന്നത്. പോലീസിന്റെ കൈവശം ബൗറൽ എന്ന പ്രദേശത്തുള്ള മുൻ കുറ്റവാളികളുടെ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ഫോട്ടോയുമുണ്ട്. ഈ ഫോട്ടോകളെല്ലാം അവർ ഒരു മേശപ്പുറത്ത് നിരത്തി. എന്നിട്ട് പോൾ ഒനിയനോട് ചോദിച്ചു, നിങ്ങളെ അന്ന് ആക്രമിച്ച ആളെ കണ്ടാൽ തിരിച്ചറിയുവാനായിട്ട് കഴിയുമോ? ഈ കൂട്ടത്തിൽ അയാൾ ഉണ്ടോ എന്ന് നോക്കൂ. പോൾ ആ ഫോട്ടോകളെല്ലാം ഓരോന്നോരോന്നായിട്ട് നോക്കി വരികയാണ്. പെട്ടെന്നൊരു ഫോട്ടോ ചൂണ്ടിക്കാട്ടിയിട്ട് അയാൾ പറഞ്ഞു, ഇയാളാണ് ബിൽ. ഇവനാണ് എന്നെ അന്ന് കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്. ആദ്യമായിട്ട് പ്രതി എന്ന് ന്യായമായിട്ട് സംശയിക്കപ്പെടാവുന്ന ഒരാളെക്കുറിച്ചുള്ള സൂചന പോലീസിന് കിട്ടുകയാണ്. മെയ് 22, 1994, മെൽബൺ സിറ്റി. നേരം പരപരാ പുലർന്നു വരുന്നതേയുള്ളൂ. വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. ബിൽ തൻ്റെ ഭാര്യയുമായിട്ട് ഉറങ്ങുകയായിരുന്നു. അവരുടെ പേര് ചിലാൻഡ്ര. പെട്ടെന്ന് അയാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അതിന് കാരണം അവരുടെ വീട്ടിലെ ടെലിഫോൺ റിംഗ് ചെയ്തതായിരുന്നു. അത് രാവിലെ ഈ സമയത്ത് ആരാണ് വിളിക്കുന്നത്? ഒരു ഈർഷ്യയോടെ ബിൽ ടെലിഫോണിന്റെ അരികിലേക്ക് നടന്നു. അയാൾ ഫോൺ എടുത്ത്, ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത്, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഫോണിന്റെ മറുതലയ്ക്കിൽ നിന്നും വന്ന മറുപടി ഇതായിരുന്നു, ഞാൻ ചീഫ് ഡിറ്റക്റ്റീവ് വെയിൻ ഗോർഡനാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ പേരൊന്ന് പറയാമോ? ബില്ലിന് ചെറിയൊരു ആശങ്ക തോന്നി. ഒരു ചിന്താക്കുഴപ്പത്തോടെ അയാൾ തന്റെ പേര് പറഞ്ഞു. അയാൾ പേര് പറഞ്ഞതും വെയിൻ ഗോർഡൻ തിരിച്ചൊരു കാര്യം പറഞ്ഞു, അതും ഭയപ്പെടുത്തുന്ന സ്വരത്തിൽ. ബിൽ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ വീടിന് ചുറ്റുമായിട്ട് ഞങ്ങളിപ്പോൾ 50ഓളം പോലീസുകാരുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളൊരു റോബറി ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വീട് പരിശോധിക്കുവാനുള്ള വാറന്റും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒരക്ഷരം പോലും മിണ്ടാതെ മുൻവശത്തെ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. എതിർക്കാമെന്നോ രക്ഷപ്പെടാമെന്നോ വിചാരിക്കരുത്. അയാൾക്ക് ഈ ഫോൺ കോൾ അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. തന്നെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യുന്നതായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ആദ്യം ബിൽ വാതിൽ തുറക്കാതെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്തെങ്ങും ആരുമില്ലായിരുന്നു. എങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് പരിശോധിച്ച് കളയാമെന്ന് വിചാരിച്ച് തന്റെ നൈറ്റ് ഡ്രസ്സ് മാറുവാനായിട്ട് അയാൾ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്നു. ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അയാളെയും കാത്ത് അവിടെ ഉണ്ടായിരുന്നത്. അയാളുടെ വീടിന്റെ ഉള്ളിൽ, അതായത് ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ 10-15ഓളം പോലീസുകാർ നിൽക്കുന്നു. അതും നീട്ടിപ്പിടിച്ച തോക്കുമായിട്ട്. അയാൾക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? എങ്ങനെയാണ് പോലീസുകാർ രാത്രിയിൽ തന്റെ വീടിന്റെ ഉള്ളിൽ കയറി പറ്റിയത്? യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപായിട്ട് പോലീസുകാർ ബില്ലിനെ കീഴടക്കി. പിന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ബില്ലിന്റെ ഭാര്യയും അമ്പരന്ന് നിൽക്കുകയാണ്. എന്തിനാണ് തന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോകുന്നത്? അവർക്കൊന്നും മനസ്സിലായില്ല. സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പോലീസ് ബില്ലിനെ ചോദ്യം ചെയ്തു. മര്യാദയ്ക്ക് നീ കുറ്റം സമ്മതിച്ചു. നീയാണ് അത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം. അതിന് വേണ്ടത്ര തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ വളരെ ശാന്തനായിട്ട് ബിൽ അവരോട്, സാർ, ഞാൻ ഒരു റോബറിയും ചെയ്തിട്ടില്ല. നിങ്ങൾ ആള് മാറിയാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നത്. ഞാനൊരു നിരപരാധിയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ വെയിൻ ഗോർഡൻ അവനോട്, നിനക്ക് തെറ്റി ബിൽ. ഞങ്ങൾ നിന്നെ പിടിച്ചുകൊണ്ടുവന്നത് നീ റോബറി ചെയ്തു എന്ന കുറ്റത്തിനല്ല, മറിച്ച് നീ ആ 7 ടൂറിസ്റ്റുകളെ കൊന്ന കുറ്റത്തിനാണ്. നീയാണ് ആ സീരിയൽ കില്ലറെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് വേണ്ടത്ര തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. അതിനുശേഷം പോലീസ് ഇവനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്ത പോൾ ഒനിയൻസിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മുറിക്കുള്ളിലേക്ക് കടന്നു വന്ന പോൾ ഒനിയൻസ് ഒറ്റ നോട്ടത്തിൽ അവനെ തിരിച്ചറിഞ്ഞു. സാർ, ഇവൻ തന്നെയാണ് ബിൽ. അന്ന് എന്നെ തട്ടിക്കൊണ്ടു പോകുവാനായിട്ട് നോക്കുകയും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയും ആക്രമിക്കുകയും ചെയ്തത് ഇവൻ തന്നെയാണ്. ബില്ലിനെ സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് അയാളുടെ വീട്ടിൽ മറ്റൊരു ടീം സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 4 ദിവസമാണ് പോലീസ് ആ വീട് അരിച്ചുപറിക്കിയത്. അവരുടെ അന്വേഷണത്തിന്റെ ഫലം കണ്ടു. ആ 7 കൊലപാതകവും ബില്ലാണ് ചെയ്തത് എന്നതിന്റെ എല്ലാ തെളിവും അവർക്ക് കിട്ടി. കൊല്ലപ്പെട്ടവരുടെ ബാഗുകൾ, ട്രെക്കിംഗ് കിറ്റുകൾ, ബെഡ്ഷീറ്റുകൾ, അവരുടെ ചില ജാക്കറ്റുകൾ, അങ്ങനെ തുടങ്ങി പലതും അവിടെ നിന്നും കിട്ടി. ഇതെല്ലാം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത്, അതായത് ജഡങ്ങൾ കണ്ടെടുക്കപ്പെട്ട സ്ഥലത്ത് നിന്നും മിസ്സിംഗ് ആയവയായിരുന്നു. ഇതെല്ലാം കൂടാതെ മറ്റൊരു കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ട പോലീസുകാർ വരെ ഞെട്ടിപ്പോയെന്ന് പറയാം. പലതരത്തിലുള്ള തോക്കുകൾ അയാളുടെ സ്വീകരണ മുറിയിലെ ഷോക്കേസിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തോക്കുകളെല്ലാം എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ കണ്ടെത്തിയ കാര്യം ഇതാണ്.
ഇരകളുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ ബുള്ളറ്റുകൾ ഇവന്റെ തോക്കുമായിട്ട് കൃത്യമായിട്ട് മാച്ച് ആകുന്നുണ്ട്. ആ തോക്കിൽ നിന്നും പുറപ്പെട്ട വെടിയുണ്ടകളാണ് അവരുടെ ദേഹത്ത് കയറിയത്. ഇപ്പോൾ പിടികൂടിയ ബിൽ എന്ന ഈ വ്യക്തി തന്നെയാണ് ആ 7 കൊലപാതകവും ചെയ്തത് എന്ന് തെളിയിക്കുവാനായിട്ട് ഇതിലും വലിയ ഒരു തെളിവിന്റെയും ആവശ്യമില്ല. ആ സമയത്ത് പോലീസ് ചിന്തിച്ചത് മറ്റൊരു കാര്യമാണ്. ആരും അറിയാതെ, പോലീസിന് പോലും പിടിക്കുവാൻ കഴിയാത്ത വിധം വളരെ രഹസ്യമായിട്ട് ഇത്രയധികം കൊലകൾ ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിവന് പുതുമയുള്ള കാര്യമല്ല. ഇതിനു മുൻപും ഇവൻ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകണം. അതോടെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബാക്ക് ഹിസ്റ്ററിയും അന്വേഷിക്കുവാൻ അവർ തീരുമാനിച്ചു. ആ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വേറെയും ചില കണ്ടെത്തലുകൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ബില്ല് എന്ന് അറിയപ്പെടുന്ന ഇവന്റെ യഥാർത്ഥ പേര് മറ്റൊന്നാണ്. കുറെ കാലമായിട്ട് ഇവൻ പേര് മാറ്റി ജീവിച്ചു വരികയായിരുന്നു. അവന്റെ യഥാർത്ഥ പേര് ഐവാൻ മില്ലറ്റ്. ഐവാൻ മില്ലറ്റ് ഇതിനു മുൻപ് മറ്റെന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു. ആ അന്വേഷണത്തിലാണ് അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായത്. ഇവൻ മാത്രമല്ല, ഇവന്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും ക്രിമിനൽസ് ആണ്. അവന്റെ പൂർവ്വ ചരിത്രം ഇതാണ്. ഓസ്ട്രേലിയയിലെ വെസ്റ്റ് സിഡ്നിയിൽ 1944 ഡിസംബർ 27 ഐവാൻ മില്ലറ്റ് ജനിക്കുന്നത്. 14 കുട്ടികൾ അടങ്ങുന്ന വലിയൊരു കുടുംബമായിരുന്നു അത്. അവരിൽ 5ാമനായിട്ടാണ് ഐവാൻ മില്ലറ്റ് ജനിക്കുന്നത്. വളരെ ചെറുപ്രായത്തിലെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയ അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. പിന്നെ അതിനുവേണ്ട പണം കണ്ടെത്തുവാനായിട്ട് ചെറിയ ചെറിയ ക്രിമിനൽ ആക്ടിവിറ്റികളിലും ഏർപ്പെട്ടു. പ്രധാനമായിട്ടും ചെറിയ ചെറിയ മോഷണങ്ങളായിരുന്നു അവർ നടത്തിയത്. ഐവാൻ മില്ലറ്റ് മാത്രമല്ല, അയാളുടെ സഹോദരങ്ങളും ആ മോഷണത്തിൽ പങ്കാളികളായിരുന്നു. 1971 വളരെ ഗൗരവമേറിയ ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ ഐവാൻ മില്ലറ്റ് അറസ്റ്റിലായി. അന്ന് അയാൾക്ക് 26 വയസ്സാണ് പ്രായം. ഒരു ദിവസം ഐവാൻ മില്ലറ്റ് ഹൈവേയിലൂടെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ 2 യുവതികൾ ലിഫ്റ്റിനു വേണ്ടി കാറിന് കൈ കാണിച്ചു. ഐവാൻ മില്ലറ്റ് അവരെ കാറിൽ കയറ്റി. പക്ഷേ ആ യാത്രക്കിടയിൽ വെച്ച് മറ്റൊരു കാര്യം സംഭവിച്ചു. ഐവാൻ മില്ലറ്റ് ആ യുവതികളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു. ഒരാളെ മർദ്ദിച്ച് അവശയാക്കി. മറ്റേ യുവതിയെ ബലാത്സംഗം ചെയ്തു. അവരുടെ ഭാഗ്യത്തിന് കാറിൽ ഗ്യാസ് നിറയ്ക്കുവാനായിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തേണ്ടി വന്നു. ആ സമയത്ത് ഈ 2 യുവതികളും അവിടെയുള്ള ജീവനക്കാരുടെ സഹായത്തോടെ രക്ഷപ്പെടുകയാണ്. ഈ കേസിന് ഐവാൻ മില്ലറ്റിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചു. പക്ഷേ കോടതിയിൽ നിന്നും വന്ന വിധി ഐവാൻ അനുകൂലമായിരുന്നു. അയാൾക്ക് വേണ്ടി വാദിച്ച വക്കീലിന്റെ മികവ് കൊണ്ടായിരിക്കണം ഐവാൻ മില്ലറ്റ് നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി അവനെ വിട്ടയച്ചു. 1984 ഐവാൻ മില്ലറ്റിന് 40 വയസ്സാണ് പ്രായം. ആ വർഷം അയാൾ തന്നെക്കാളും 15 വയസ്സ് പ്രായം കുറഞ്ഞ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. എന്നാൽ ആ വിവാഹബന്ധം അധികം നാൾ നീണ്ടുപോയില്ല. ആ സ്ത്രീ അയാളെ വിട്ട് വേർപിരിഞ്ഞു പോയി. പിൽക്കാലത്ത് ഐവാൻ മില്ലറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ആ യുവതി ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ഐവാൻ ഇത്രയധികം കൊലകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രം അറിയാം, അയാൾക്ക് തോക്കുകൾ വളരെ ഇഷ്ടമായിരുന്നു. അതിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അയാൾ. കാലം മുൻപോട്ട് പോകവേ ധാരാളം റോബറി കേസുകളിലും അടിപിടി കേസുകളിലും അയാൾ ഉൾപ്പെടുകയാണ്. അതിന്റെ പേരിൽ പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസിനോടും നിയമത്തോടുമുള്ള അയാളുടെ ഭയം മെല്ലെ മെല്ലെ ഇല്ലാതായി. അവിടെ മുതലായിരുന്നു ഒരു സീരിയൽ കില്ലറിന്റെ ഉദയവും. അതേ തുടർന്ന് ബെലാംഗ്ലോ ഫോറസ്റ്റിൽ നിരവധി ഹിച്ച് ഹൈക്കേഴ്സിന്റെ ജനങ്ങൾ പ്രത്യക്ഷപ്പെടുവാനും തുടങ്ങി. വേറെയും നിരവധി മിസ്സിംഗ് കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ കേസുകൾ അന്വേഷിച്ച പോലീസിന് ആദ്യമൊന്നും യാതൊരു ധാരണയുമില്ലായിരുന്നു ഒരു സീരിയൽ കില്ലർ ഇവിടെയുണ്ടെന്നും തന്റെ ഇരകളെ അയാൾ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ ചിത്രവധം ചെയ്താണ് കൊലപ്പെടുത്തുന്നത് എന്നും. അതെ, തന്റെ ഇരകളെ അയാൾ ചിത്രവധം ചെയ്തായിരുന്നു കൊലപ്പെടുത്തിയത്. ആ 7 ജഡങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ എല്ലാവരും ഒന്നടങ്കം സമ്മതിച്ച കാര്യമാണത്. അവരുടെ എല്ലാവരുടെയും ഓട്ടോപ്സി റിപ്പോർട്ടിൽ അവരത് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് ഐവാൻ മില്ലറ്റ് എന്ന ചിലന്തിയുടെ വലയിലേക്ക് ഇരകൾ ഓരോന്നായിട്ട് വന്നു കയറിയത്? അതിന് കാരണം സാഹചര്യമായിരുന്നു. ഒന്നാമതായിട്ട്, ബെലാംഗ്ലോ ഫോറസ്റ്റിൽ ധാരാളം ഹിച്ച് ഹൈക്കേഴ്സ് വരാറുണ്ട്. രണ്ടാമതായിട്ട്, അതുവഴിക്ക് പോകുന്ന ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനമായിരുന്നു ഐവാൻ മില്ലറ്റിന്റെ ജോലി. അതെ, അയാൾ ഒരു റോഡ് വർക്കറായിരുന്നു. അതുകൊണ്ട് തന്നെ അതുവഴിക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ധാരാളം ഹിച്ച് ഹൈക്കേഴ്സ് അയാളുടെ വണ്ടിക്ക് കൈ കാണിക്കും. അവരിൽ നിന്നും ബുദ്ധിപൂർവ്വം അയാൾ ഒരു ഇരയെ തെരഞ്ഞെടുക്കും. അങ്ങനെ ഒരു ഇരയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്നത് ഇതാണ്: അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് തോക്ക് ചൂണ്ടി വനത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ എങ്ങും ആൾസഞ്ചാരം ഉണ്ടായിരിക്കില്ല. എന്നിട്ട് അവരെ അടിച്ചു വീഴ്ത്തിയിട്ട് കൈയും കാലുകളും കെട്ടിയിട്ട് നിലവിളിക്കാതിരിക്കുവാനായിട്ട് വായിൽ വലിയൊരു തുണി കുത്തിക്കയറ്റും. അതിനുശേഷം അവരോട് മുട്ടുകുത്തി നിൽക്കുവാനായിട്ട് ആവശ്യപ്പെടും. എന്നിട്ട് തലയിൽ തോക്ക് ചൂണ്ടിയിട്ട് അവരെ ഭയപ്പെടുത്തും. ആ മനുഷ്യരുടെ കണ്ണിലെ പ്രാണഭയവും കൊല്ലരുതേ എന്നുള്ള യാചനയും ഐവാനെ ഉന്മാദം പിടിപ്പിച്ചിരുന്നു. തൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന ആ മനുഷ്യന്റെ വിധി നിർണ്ണയിക്കുന്നത് താനാണ് എന്നുള്ള ചിന്ത അയാളെ മത്തു പിടിപ്പിച്ചിരുന്നു. ഇരകളുടെ മരണഭയം പരമാവധി ആസ്വദിച്ച ശേഷം ഐവാൻ ചെയ്യുന്ന അടുത്ത കാര്യം ഇതാണ്: അയാൾ തട്ടിക്കൊണ്ടുവന്ന വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ അയാളെ നിലത്തേക്ക് മറിച്ചിടും. എന്നിട്ട് അവരുടെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞ് ചവിട്ടും. ആ ചവിട്ടിന്റെ ശക്തി മൂലം ഇരകളുടെ വാരിയൽ ഒടിഞ്ഞ് അവരുടെ ഹൃദയത്തിലും ശ്വാസകോശത്തിലും തറഞ്ഞു കയറും. ചിലരൊക്കെ ആ ചവിട്ടിന്റെ ആഘാതം മൂലം അവിടെ തന്നെ മരിക്കും. എന്നാൽ ചിലരാകട്ടെ മരിക്കില്ല. ജീവൻ അപ്പോഴും ബാക്കി നിൽക്കുന്ന അവരോട് ചെയ്യുന്ന അടുത്ത ക്രൂരത ഇതാണ്: ഐവാൻ നീളമുള്ളൊരു കത്തിയെടുക്കും.
പിന്നെ അവരുടെ മുഖത്തിലും കഴുത്തിലും ആഞ്ഞാഞ്ഞു കുത്തും. അതും അവരുടെ ശരീരം മറുപുറം തുളച്ചു കയറുന്ന ആയത്തിൽ. ഈ പൈശാചികമായിട്ടുള്ള നരവേട്ട നടക്കുന്ന സമയത്ത് ആ മനുഷ്യർ അനുഭവിച്ച വേദന എന്താണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. തനിക്ക് തുല്യബലമുള്ള ഒരു പുരുഷനോട് ഐവാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തൊരു സ്ത്രീ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതെ, ക്രൂരതയുടെ എക്സ്ട്രീം ലെവലായിരിക്കും ഐവാൻ അവരോട് ചെയ്യുക. ഐവാന്റെ ഇര ഒരു സ്ത്രീ ആണെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ്. പുരുഷന്മാരെ ചെയ്യും പോലെ അവരുടെ കൈകളും കാലുകളും കെട്ടിയിട്ട് വായിൽ തുണി തിരികും. പിന്നെ അവരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. തൻ്റെ ആഗ്രഹമെല്ലാം ശമിച്ച ശേഷം അവരെ കമഴ്ത്തിയിട്ട് ഒന്നുകിൽ അവരുടെ നടുവ് കാലുകൊണ്ട് ചവിട്ടി ഓടിക്കും, അല്ലെങ്കിൽ കനമുള്ള മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ്, അത് ചിലപ്പോൾ ചുറ്റികയാവാം, അല്ലെങ്കിൽ ഇരുമ്പ് വടിയാവാം, അതുപയോഗിച്ച് അവരുടെ നട്ടെൽ അടിച്ചു തകർക്കും. അതിനുശേഷമാണ് മുഖത്തിലും കഴുത്തിലും കത്തികൊണ്ട് ശക്തമായിട്ട് കുത്തുക. നമ്മൾ ഇത്രയും നേരം കണ്ടതാണ് ഇവന്റെ എക്സ്ട്രീം ലെവൽ ടോർച്ചർ എന്ന് വിചാരിച്ചാൽ അവിടെ തെറ്റി. അതിലും വളരെ ക്രൂരമായ ഒരു ടോർച്ചറിങ് മെത്തേഡ് ഇവനുണ്ടായിരുന്നു. ചില ഇരകളെ അത്ര വേഗം കൊല്ലുവാനായിട്ട് ഐവാന് മനസ്സ് വരില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കാര്യം ഇതാണ്: അവരുടെ നട്ടെൽ അടിച്ചു തകർത്ത ശേഷം അവരെ ജീവനോട് അവിടെ ഇട്ടേക്കും. ഇങ്ങനെ ചെയ്യുക മൂലം ഇര രക്ഷപ്പെട്ടു പോകില്ല, മറിച്ച് അവർ അനുഭവിക്കുന്ന പ്രാണവേദന ഐവാൻ ആസ്വദിക്കുകയും ചെയ്യാം. ഐവാന്റെ ഇരകൾ ഇങ്ങനെ നട്ടെല് തകർക്കപ്പെടുന്ന സമയത്ത് അമിതമായിട്ടുള്ള വേദന മൂലം മരിച്ചിട്ടുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഉടനെയെങ്ങും മരിക്കില്ല. അവരെ ദിവസങ്ങളോളം ആ വനത്തിൽ വെച്ച് അയാൾ ടോർച്ചർ ചെയ്യും. പിന്നെ അതിന്റെ മൂർധന്യാവസ്ഥയിൽ ആ ഇര മരണപ്പെടും. ഇങ്ങനെ കൊല്ലപ്പെടുന്ന മനുഷ്യരെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അവൻ ഉപയോഗിച്ചിരുന്നു. അതെ, ഫോറൻസിക് ടീം കണ്ടെത്തിയതുപോലെ ഗൺ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുവാനായിരുന്നു ഐവാൻ ആ ജഡങ്ങൾ ഉപയോഗിച്ചത്. എത്ര ബുദ്ധിമാന്മാരായിട്ടുള്ള സീരിയൽ കില്ലേഴ്സ് ആണെങ്കിലും അവർ ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. അങ്ങനെ ഐവാൻ മില്ലറ്റ് കാണിച്ച ഒരേ ഒരു അബദ്ധമായിരുന്നു പോൾ ഒനിയൻസ്. ആയുസിന്റെ ബലം കൊണ്ടും പിന്നെ തന്റെ ഭാഗ്യം ഒന്നുകൊണ്ടും മാത്രമാണ് ആ കൊലയാളിയുടെ കയ്യിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടത്. പിന്നീട് അയാളുടെ മൊഴി പ്രകാരം പോലീസിന്റെ അന്വേഷണം ഐവാനിലേക്ക് എത്തപ്പെടുകയും അയാൾ പിടിക്കപ്പെടുകയും ചെയ്തു. ബാക്ക് പാക്കർ സീരിയൽ കില്ലർ പിടിക്കപ്പെട്ടത് മാധ്യമങ്ങൾ ആഘോഷമാക്കി. എല്ലാ TV ചാനലുകളും ഇത് കവർ ചെയ്തു. എല്ലാ പത്രങ്ങളുടെയും ഹെഡ്ലൈൻ തന്നെ ഇതായിരുന്നു. അതേ സമയത്ത് UK-യിലെ ഒരു വീട്ടിലെ സോഫയിലിരുന്ന് ഒരു മനുഷ്യനും ഈ വാർത്ത കാണുന്നുണ്ട്. ബാക്ക് പാക്കർ സീരിയൽ കില്ലറിന്റെ ഫോട്ടോ TV-യിൽ കാണിച്ചപ്പോൾ അയാളെ വേർത്തു കുളിച്ചു. ഭയം കൊണ്ട് കണ്ണുകൾ മിഴിഞ്ഞുപോയി. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട കോളിൻ പോവിസ് ആയിരുന്നു ആ മനുഷ്യൻ. 1982 ഓസ്ട്രേലിയയിൽ വരികയും ഹിച്ച് ഹൈക്കിംഗ് ചെയ്തു പോകുന്ന സമയത്ത് ഒരു ട്രക്കിൽ കയറുകയും പിന്നെ ആ ട്രക്കിന്റെ ഡ്രൈവറോട് ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട അതേ കോളിൻ പോവിസ്. കോളിൻ പോവിസ് ഒരു ഞെട്ടലോടെ ആ വാർത്ത കാണുന്നതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നിതാണ്: അന്ന് രാത്രിയിൽ തന്റെ 6ാം ഇന്ദ്രിയത്തിന്റെ മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് ആ ട്രക്കിൽ നിന്നും ചാടി ഇറങ്ങി അയാളൊന്ന് ഓടിയില്ലായിരുന്നുവെങ്കിൽ ബാക്ക് പാക്കർ സീരിയൽ കില്ലറിന്റെ 1ാമത്തെ ഇരയായിട്ട് അയാൾ മാറുമായിരുന്നു. അന്ന് ആ കാർ മെയിൻ റോഡിൽ നിന്നും ഇടവഴിയിലേക്ക് പ്രവേശിച്ച സമയത്ത് കോളിൻ പോവിസ് ഡ്രൈവറോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു: നമുക്ക് പോകേണ്ടത് നേരെയുള്ള വഴിക്കല്ലേ, എന്തുകൊണ്ടാണ് ഇടവഴിയിലേക്ക് തിരിഞ്ഞത്? അതിന് ആ ഡ്രൈവർ കൊടുത്ത മറുപടി ഇതാണ്: നമ്മൾ ഈ സമയത്ത് ആ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവൻ ആപത്താണ്. അവിടെ അമാനുഷികമായിട്ടുള്ള ജീവികൾ ഉണ്ടായിരിക്കും. ആ വനത്തിൽ മനുഷ്യനെ ആഹരിക്കുന്ന ഒരു മൃഗമുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടല്ല കോളിൻ പോവിസ് ജീവനും കയ്യിലെടുത്ത് ഓടിയത്, മറിച്ച് ആ മൃഗം ആ ഡ്രൈവർ ആണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. 2ാമത്തെ കാരണം ഇതാണ്: ഇപ്പോൾ TV-യിൽ കാണിക്കുന്ന ബാക്ക് പാക്കർ കില്ലറിന്റെ മുഖം പോലീസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തലയൽപ്പം ഇടത്തേക്ക് ചെരിച്ചു പിടിച്ച് ചെറിയൊരു ചിരിയുമായിട്ട് TV-ക്കുള്ളിൽ നിന്നും തന്നെ നോക്കുന്ന ആ മനുഷ്യൻ അത് വേറെ ആരുമായിരുന്നില്ല. അന്ന് ബെലാംഗ്ലോ ഫോറസ്റ്റിൽ കോളിൻ പോവിസിനെ ഡ്രോപ്പ് ചെയ്ത അതേ ഡ്രൈവർ ആയിരുന്നു. എന്തുകൊണ്ടായിരിക്കും പോൾ ഒനീനെ പോലെ അന്ന് ഈ കാര്യം കോളിൻ പോവിസ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തത്? അതിനൊരു കാരണമുണ്ട്. കോളിൻ പോവിസിന് ഐവാൻ മില്ലറ്റ് യാതൊരു തരത്തിലും ഉപദ്രവിച്ചിരുന്നില്ല. താൻ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തോന്നൽ മൂലം ജീവനും കൊണ്ട് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്ത് കാരണം പറഞ്ഞാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക? എന്നാൽ പോൾ ഒനീന്റെ കാര്യം മറിച്ചാണ്. അയാൾക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, കൊലപാതക ശ്രമവും നടന്നിട്ടുണ്ട്. മാത്രവുമല്ല, അയാളുടെ റെക്കോർഡുകളെല്ലാം ഐവാൻ മില്ലറ്റിന്റെ വണ്ടിക്കുള്ളിലുമാണ്. അതുകൊണ്ട് പോൾ ഒനീന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. അന്ന് പോൾ ഒനിയൻ കൊടുത്ത പരാതിയുടെ പുറത്ത് പോലീസ് അന്വേഷണം നടത്തി ഐവാൻ മില്ലറ്റിനെ പിടികൂടിയിരുന്നുവെങ്കിൽ കൊല്ലപ്പെട്ട ആ 7 പേരിൽ 3 പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. ആ 3 കൊലപാതകം ഉണ്ടാവില്ലായിരുന്നു. നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഐവാൻ മില്ലറ്റിനെ ജീവപര്യന്തം തടവിന് വിധിച്ചു, അതും പരോളില്ലാതെ. 1997 മറ്റൊരു സഹ തടവുകാരന്റെ കൂടെ അയാൾ ജയിൽ ചാടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ പദ്ധതി പരാജയപ്പെട്ടു. നിരവധി തവണ പരോള് കിട്ടുവാനായിട്ട് അയാൾ അപ്പീലുകൾ നൽകിയെങ്കിലും അതെല്ലാം നിരസിക്കപ്പെട്ടു. ജയിലിലും ഇയാൾ വലിയൊരു പ്രശ്നക്കാരനായിരുന്നു. തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നിരാഹാരം കിടക്കുക, ആത്മഹത്യക്ക് ശ്രമിക്കുക, അങ്ങനെ പല കാര്യങ്ങളും അയാൾ ചെയ്തു. 2019 ഐവാൻ മില്ലറ്റിന് അന്നനാളത്തിലും വയറ്റിലും മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. അതേ തുടർന്ന് 2019 ഒക്ടോബർ 27 ലോങ് ബേ കറക്ഷണൽ സെന്ററിലെ ആശുപത്രി വിഭാഗത്തിൽ വെച്ച് പുലർച്ചെ 4:07 മാരകമായിട്ടുള്ള ക്യാൻസർ ബാധിച്ച് ഓസ്ട്രേലിയയെ ഒരു കാലത്ത് വിറപ്പിച്ച ബാക്ക് പാക്കർ സീരിയൽ കില്ലർ ഐവാൻ മില്ലറ്റ് അന്തരിച്ചു. ഈ 7 പേർ മാത്രമല്ല,
ഐവാൻ മില്ലറ്റിന്റെ കയ്യാൽ കൊല്ലപ്പെട്ട വേറെയും ആളുകളുണ്ടെന്ന് പോലീസ് വിചാരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പോലീസ് ജയിലിൽ വെച്ച് പലപ്പോഴും അയാളെ ചോദ്യം ചെയ്തിരുന്നു. പോലീസ് വ്യക്തമായ തെളിവുകൾ വെച്ച് തെളിയിച്ച 7 കൊലകൾ അതുപോലും കോടതിയിൽ ഐവാൻ മില്ലറ്റ് സമ്മതിച്ചിരുന്നില്ല. അപ്പോഴാണ് തെളിയിക്കുവാൻ കഴിയാത്ത ഈ ആരോപണങ്ങൾ അയാൾ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. ഐവാൻ മില്ലറ്റിന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായിട്ട് വേഗം വരാം.